ഹലോ ഡിയർ ഫ്രണ്ട്സ്, മാഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദുബായ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കാദ്യം ബുർജ് ഖലീഫയ്ക്കടുത്തുള്ള വാട്ടർ ഫൗണ്ടൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഞങ്ങൾ ഫസ്റ്റ് ഡേ ദുബായ് മാളിൽ പോയപ്പോൾ ഈ വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ഡേ ആണ് പിന്നെ ഞങ്ങൾക്കിത് കാണാൻ പറ്റിയത്. നല്ല ഭംഗിയാണ് ഈ വാട്ടർ ഫൗണ്ടൻ കാണാൻ. ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് തന്നെയാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ദുബായിലെ ഞങ്ങളുടെ 4ാമത്തെ ഡേ ആണ്. ഇന്ന് ഡേറ്റ് ജാനുവരി 2. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ 30ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇന്ന് ഈവനിങ് ഞങ്ങൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസാണ്, അതൊക്കെ പിന്നീട് കാണിക്കാം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ദേറ ദുബൈയിലുള്ള ഗോൾഡ് സൂക്കിലേക്കാണ്. ഹസ്ബൻഡ് എനിക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടിയാണ് രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ഗോൾഡ് സൂക്ക്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ദുബായിലെ ട്രഡീഷണൽ മാർക്കറ്റാണ് ഈ ഗോൾഡ് സൂക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് സൂക്കാണ് ദുബായിലെ ഗോൾഡ് സൂക്ക്. ഇവിടെ 400ഓളം ഷോപ്പുകളുണ്ട്. 30-40 വർഷമായിട്ടുള്ള ഷോപ്പുകളും ഇവിടെ കാണാൻ കഴിയും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഗോൾഡ് വാങ്ങിയാൽ സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഒരുപാടുണ്ടാകും. ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഇവിടുത്തെ ഡിസ്പ്ലേകൾ കണ്ടില്ലേ? ഇവിടെ മലബാർ ഗോൾഡിൻ്റെയും ജോയി ആലുക്കാസിൻ്റെയും ഒക്കെ 2-3 ഷോപ്പുകൾ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ 2 മലബാറിൽ കയറി, 2 ആലുക്കാസിൽ കയറി. എവിടെയും നമ്മളുടെ സെലക്ഷൻ ശരിയായില്ല. പിന്നെയും വേറെ 1-2 ഷോപ്പുകളിലൊക്കെ കയറി. മോഡൽസ് ഒന്നും എനിക്കിഷ്ടമായില്ല. അവസാനം ഹസ്ബൻഡ് ക്ഷമ കെട്ട് ഇറങ്ങിപ്പോയി. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിളിക്ക്, ഞങ്ങൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെയും കറങ്ങുകയാണ്. ആലുക്കാസിൻ്റെ ഒരു ഷോപ്പിൽ നിന്നും ഒരു നെക്ലസ് സെറ്റായതാണ്. പക്ഷേ ലാസ്റ്റ് അതിൻ്റെ ഇയറിങ്സ് ഇടാൻ പറ്റാത്തത് കാരണം അതും അവിടെ ഉപേക്ഷിച്ചു. വീണ്ടും കറങ്ങി കാണുകയാണ്. ഇപ്പോൾ തന്നെ സമയം 3 മണിയായി. പിന്നെ ടെൻഷനായി. ഇതുവരെ സാധനവും കിട്ടിയിട്ടില്ല. ഈവനിങ്ങിൽ പാർട്ടി ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ആദ്യം കണ്ട ജോയി ആലുക്കാസിൽ തന്നെ എത്തി. ഇവിടെ ഒന്നുകൂടി ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു നെക്ലസ് സെലക്ട് ചെയ്ത് ഇറങ്ങാൻ നേരം ഫോൺ കാണുന്നില്ല. വീണ്ടും ടെൻഷനായി. എൻ്റെ ടെൻഷൻ, ആ ഫോണിലാണ് എല്ലാ വീഡിയോസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാരണം പിന്നെ പോയ കടകളിലെല്ലാം വീണ്ടും കയറി നോക്കി, എങ്ങുമില്ല. ലാസ്റ്റ് ആദ്യം കയറിയ ഒരു ആലുക്കാസിൽ തന്നെ ഉണ്ടായിരുന്നു ഫോൺ. അങ്ങനെ ഫോൺ കിട്ടി. വീണ്ടും നെക്ലസ് എടുത്ത ഷോപ്പിലെത്തി പേയ്മെൻ്റൊക്കെ ചെയ്തു. ഇതാണ് ആ നെക്ലസ്. കൊള്ളാമോ? ഇതിൻ്റെ കൂടെ 5 പ്രൈസ് കൂപ്പണും കിട്ടിയിട്ടുണ്ട്. അടിച്ചാൽ 25 കിലോ സ്വർണ്ണമാണ് കിട്ടുന്നത്. ഇത് വാറ്റ് റെഡീം ചെയ്യാനുള്ള ലെറ്ററാണ്. ഇതിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ടാക്സ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇത് എയർപോർട്ടിലെ ടാക്സ് റെഡീം ചെയ്യുന്ന കൗണ്ടറിൽ വാങ്ങിയ സാധനവുമായി കാണിച്ചാൽ നമ്മുടെ വാറ്റ് തിരിച്ച് ലഭിക്കും. എനിക്കങ്ങനെ ഇതിൽ നിന്നും 25 ബീഡി തിരികെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ദുബായ് മെറീനയിലേക്കാണ്. ഇതാണ് ദുബായ് മെറീന. ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രൂസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാം ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ക്രൂസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.
ഇനി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ കാണാം. ഇനി ക്രൂസിനകത്തുള്ള എൻ്റർടൈൻമെൻറ്റുകൾ കാണിക്കാം. ഇതൊക്കെയാണ് ക്രൂസിനകത്തെ എൻ്റർടൈൻമെൻറ്റുകൾ. പിന്നെ ഈ യാച്ചിനകത്ത് തന്നെ പ്രൊഫഷണൽ ക്യാമറാമാൻ ഉണ്ട്. അവർ നമ്മുടെ ഫോട്ടോസ് എടുക്കും. ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിയാൽ മതി. ഞാനങ്ങനെ 2-3 ഫോട്ടോസ് സെലക്ട് ചെയ്ത് അവരിൽ നിന്നും വാങ്ങിയതാണ് ഇത്. പിന്നീട് ഞങ്ങൾ ക്രൂസിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക്. ഇന്ന് ദുബായിലെ ഞങ്ങളുടെ 5th ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിയുടെ ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിലേക്കാണ്. ഷാർജയിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതെല്ലാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ പോകുന്നത് അബുദാബിയിലുള്ള ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. ഇത് ലോകത്തിലെ റിച്ചസ്റ്റ് മോസ്കുകളിൽ ഒന്നാണ്. ഇവിടെ എൻട്രി ഫീ ഇല്ല. ഇവിടെ മുസ്ലിംസും നോൺ മുസ്ലിംസും എല്ലാവരും വരാറുണ്ട്. പക്ഷേ മോസ്കിനകത്ത് കയറണമെങ്കിൽ ഡ്രസ് കോഡുണ്ട്. ലേഡീസ് എല്ലാം അബയ ധരിക്കണം. മെൻസിന് ലോങ് ട്രൗസേഴ്സും നിർബന്ധമാണ്. ദേ ഒരു കുഞ്ഞ് ഷേക്ക് വരുന്നത് കണ്ടോ. ഞങ്ങളിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടുന്ന് ഡയറക്റ്റ് അകത്ത് കിടക്കാൻ പറ്റില്ല. അവർ നമ്മളെ ഇലക്ട്രിക് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും. മോസ്കിനകത്ത് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടിക്കകത്ത് കയറിയാണ് നമ്മളെ അകത്തോട്ട് പോകുന്നത്. നമ്മൾ വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും സൈഡിൽ നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. ഈ വണ്ടിയിൽ അവർ നമ്മളെ ആ കാണുന്ന ഡോമിൻ്റെ മോഡൽ പോലില്ലേ അവിടെ എത്തിക്കും. ഇത് കാണാൻ വലിയൊരു ചില്ല് ഗോപുരം പോലെയുണ്ട്. ഇതിൻ്റെ സൈഡിലായി പൂളുകളുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിക്കാം. ഇതിനകത്തൂടെയാണ് നമ്മൾ മോസ്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഡോമിനകത്തുള്ള എസ്കലേറ്ററിൽ കയറി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വിശാലമായ ഒരു അണ്ടർഗ്രൗണ്ട് മാളുണ്ട്. ഇനി ആ മാളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ആ ഡോമിൻ്റെ സ്ട്രക്ചറിനകത്തുള്ള വിശാലമായ അണ്ടർഗ്രൗണ്ട് മാൾ. ഇതിനകത്ത് ഒരു മാളിലുള്ള എല്ലാ ഫെസിലിറ്റീസുമുണ്ട്. ഫുഡ് കോർട്ടുണ്ട്, ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഈ മാളും. ഇതിലൂടെ നടന്ന് ഒരു എൻഡിലെത്തുമ്പോഴാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ളത്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ടോളറൻസ് പാത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുകൂടി നടക്കണം. ഇവിടെ നീളത്തിലുള്ള എസ്കലേറ്ററുകളുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ കുറേ ദൂരം നടക്കാനുണ്ട്. എസ്കലേറ്ററിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇരു സൈഡിലുമുള്ള വാളിൽ ഡിസൈൻസും ചിത്രങ്ങളും കാണാം. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണതെല്ലാം. ഈ മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിലുള്ള പിക്ചറുകളെല്ലാം വാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോ ഫങ്ഷൻസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതുക്കെ മൂവായിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിലൂടെ മുകളിലെത്തിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ച തന്നെയാണിത്. മോസ്കിനോട് ചേർന്ന് നീളത്തിലുള്ള ഈ പൂളും കാണാൻ എന്ത് ഭംഗിയില്ലേ. നമ്മൾ നോക്കി നിന്ന് പോകും. മോസ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ മനോഹരമായൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് മോസ്കിനകത്തുള്ള കാഴ്ചകൾ കാണാം. ഈ മോസ്കിന് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ട് നെയ്ത ഏറ്റവും വലിയ കാർപ്പറ്റ് ഉള്ളത് ഇവിടെയാണ്. 7 വലിയ ക്രിസ്റ്റൽ ഷാൻലിയേഴ്സ് ഉണ്ട് ഇവിടെ. ഇതാണ് മോസ്കിലെ മെയിൻ കോർട്ട്യാർഡ്. റമദാനിലും ഈദിനും ഇവിടെ ആളുകൾ ഒത്തുകൂടാറുണ്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം. ഇവിടെ വലിയ കോറിഡോറുകളുണ്ട്. ഈ കോറിഡോറുകളിൽ ഇടവിട്ട് വൈറ്റ് മാർബിൾ തൂണുകൾ കാണാം. ഇതുപോലുള്ള 1000-ലധികം തൂണുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിൽ ഈന്തപ്പഴം പിടിച്ചു കിടക്കുന്നത് കണക്ക് ഗോൾഡ് കൊണ്ടുള്ള ഡിസൈൻ കാണാം. ഇനി നമ്മൾ കാണുന്നത് പള്ളിയിലെ സെൻട്രൽ ഹാളാണ്. നിറയെ ചിത്രപ്പണികളുള്ള ചുവരുകളാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഒരു വലിയ ക്രിസ്റ്റൽ ഷാൻലിയർ ഉള്ളത് ഈ ഹാളിലാണ്. കണ്ടോ, ഇതാണ് ഷാൻലിയർ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ പ്രെയർ ഹാളിലേക്കാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്. ഇതിനാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻലിയറാണ് ഇവിടെ ഉള്ളത്. ഈ ഷാൻലിയർ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഡോമാണ് ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഡോം. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടെ ഷെയ്ഖ് സയ്യിദിൻ്റെ കബറിടമുണ്ട്. അവിടെ 24 അവേഴ്സും 2 പേർ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇപ്പോഴും അത് മുടക്കമില്ലാതെ തുടരുന്നു. 2004 ഷെയ്ഖ് സയ്യിദ് മരണപ്പെട്ടത്. ഞങ്ങളിപ്പോൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് UAE മുൻ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് സയ്യിദിൻ്റെ ഖബർസ്ഥാനം കാണാനാണ്. ഷെയ്ഖ് സയ്യിദിൻ്റെ സ്വപ്ന നിർമ്മിതിയാണ് ഈ മോസ്ക്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങളെ വീണ്ടും അണ്ടർഗ്രൗണ്ട് മാളിലെത്തിച്ചു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു സൊവനീർ ഷോപ്പാണ്. അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബാഗ്, കീ ചെയിൻ, പെർഫ്യൂം, ലൈറ്റുകൾ, സിൽവർ പാത്രങ്ങൾ. ഇത് കണ്ടോ, ഹജറുൽ അസ്വദിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗോൾഡ് ബാർ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് ക്യാമൽ മിൽക്കിൻ്റെ സോപ്പാണ്. നല്ല മണമുണ്ടായിരുന്നു ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ. കൂടാതെ ഇവിടെ ഒട്ടകത്തിൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തതാണിത്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഈ അണ്ടർഗ്രൗണ്ട് മാളിലെ മക്ഡൊണാൾഡ്സിൽ നിന്നാണ്. ഇവിടെ നല്ല കറക്ക് ടീ ഉണ്ടായിരുന്നു. അത് ഓരോന്ന് ആദ്യം കുടിച്ചപ്പോൾ തന്നെ ക്ഷീണമൊക്കെ പമ്പ കടന്നു. അങ്ങനെ എല്ലാവരും മക്ഡിയിൽ നിന്നും ബർഗറൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി തിരിച്ച് ഫ്ലാറ്റിലേക്ക്. ഇന്ന് ദുബായിലെ ഞങ്ങളുടെ 6th ഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇന്നത്തെ ലഞ്ച് എൻ്റെ സിസ്റ്ററിൻ്റെ വക സ്പെഷ്യലായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഫുഡൊക്കെ ഉണ്ടാക്കി. അതെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് പാം ജുമൈറ ബീച്ചിലേക്കാണ്. പോകുന്ന വഴിയിൽ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം കണ്ട്. ഇതാണ് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം. ദുബായിലെ ലേറ്റസ്റ്റ് വണ്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഫ്യൂച്ചർ വേൾഡിലേക്കുള്ള ഗേറ്റ് വേ ആണ്. ഇവിടെ എക്സിബിഷൻസും തിയേറ്ററും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി നേരെ പാം ജുമൈറ ബീച്ചിലേക്ക്.
ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ പതുക്കെ വണ്ടി ഓടിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അറ്റ്ലാന്റിസ് റിസോർട്ട്. ഇതിനകത്ത് വാട്ടർ പാർക്കുകളും വലിയ മാളുകളുമൊക്കെ ഉണ്ട്. ഇതിവിടുത്തെ ഒരു ലക്ഷറി റിസോർട്ടാണ്. ആ കാണുന്നതാണ് ബുർജൽ അറബ്, ദ ടവർ ഓഫ് അറബ് എന്നാണ് അറിയപ്പെടുന്നത്. എ ഗ്ലോബൽ ഐക്കൺ ഓഫ് അറേബ്യൻ ലക്ഷറി എന്നാണ് ഈ ബുർജൽ അറബ് ഹോട്ടലിനെ അറിയപ്പെടുന്നത്. ഇത് 7 സ്റ്റാർ ഹോട്ടലെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് 24 ക്യാരറ്റ് ഗോൾഡ് കൊണ്ടാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് ഗോൾഡ് കോഫി കുടിക്കാൻ കിട്ടും. ഇനി നമുക്കിവിടുത്തെ ബാക്കിയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. പിന്നെ ഡേ 7 ഞങ്ങൾ ഷാർജയിലുള്ള ലുലുവിലും നെസ്റ്റോയിലുമൊക്കെ ഒന്ന് കറങ്ങി. അവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, ബഹ്റൈനിൽ ഉള്ളതുപോലെ തന്നെയാണ്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ദുബായിലെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.